Cet air qui m'obsède jour et nuit, cet air n'est pas né d'aujourd'hui. Il vient d'aussi loin que je viens, traîné par 100 000 musiciens. Un jour cet air me rendra folle, sans foi j'ai voulu dire pourquoi, mais il m'a coupé la parole. Il parle toujours avant moi et sa voix couvre ma voix. Yes, it is. Amla's on his way. एक्स्ट्रा कैरेमल वाला नया कैडबरी फैक्ट കേറി വാടാ. അപ്പോ ഇതാണല്ലേ നിന്റെ ആർട്ട് ഗാലറി? നൈസ്. യെസ്, ആൽബർട്ട്സ് ലിറ്റിൽ വേൾഡ്. നിന്നെ സമ്മതിച്ചോട്ടാ, ലക്ഷങ്ങൾ കിട്ടുന്ന ജോലിയും രാജിവെച്ച് നീ ഇവിടെ പെയിന്റ് ചെയ്ത് കളിക്കും. എന്ത് സുഖല്ലേ എടാ. ജീവിതം വളരെ ചെറുതാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്കൊക്കെ വയസ്സായി പോകും. ഓ, ഫിലോസഫി. ഈ നിറങ്ങളിങ്ങനെ തൊട്ടറിയുന്ന സുഖം ഈ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് തൊട്ടാൽ കിട്ടൂടാ. പണ്ട് നമ്മുടെ ജയശങ്കർ സാറ് പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? You know what Steve Jobs said? The only way to do great work is to love what you do. അത് സത്യടാ. എൻ്റെ മനസ്സിലുള്ള ഈ നിറങ്ങളും ചിത്രങ്ങളും എല്ലാം ഈ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ കിട്ടുന്ന ആ മൊമെൻ്റിലെ ഹാപ്പിനെസ്, അത് മതിയിട എനിക്ക്. മോഡേൺ ആർട്ടെന്നും പറഞ്ഞ് നിനക്കൊക്കെ എന്ത് തോന്നിയ സമയം കാണിക്കാലോ. എടാ, മുഖത്തൊക്കെ ആയാലും മഞ്ഞേ നീലം പിന്നടിക്കൂ, ഒരുമാതിരി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോലെ. മഞ്ഞ, ഉദയസൂര്യൻ്റെ നിറം, ദ കളർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷ. പിന്നെ നീല, അത് ജീവിതത്തിലെ ചില നിരാശകൾ, പ്രതീക്ഷയും നിരാശയും. ഇതൊക്കെ തന്നെയല്ല ജീവിതം. ദാറ്റ്സ് ഓൾ ലൈഫ് ഇസ് അബൌട്ട്. എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ, പ്ലീസ്. ഒരുമാതിരി ഊച്ചാളി സംശയം ചോദിക്കരുത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിഷം കഴിച്ച ചത്തുവോ, എണീറ്റിട്ടാണോ കണ്ണുറക്കുന്നത്, കണ്ണുറന്നിട്ടാണോ എണീക്കുന്നത്? ഇതൊക്കെ തന്നെയല്ല നിന്റെ സംശയങ്ങൾ. ഇതിനൊന്നൊരു ഉത്തരവില്ല. അല്ലടാ, ഇത് നിന്റെ ഫീൽഡാ. ആ, എന്നാ ചോദിക്കി. ഈ കളേഴ്സൊക്കെ റിയൽ ആണെന്ന് നിനക്ക് തോന്നുന്നു? അടുത്തത് എടാ, ഇത് പിന്നെന്താ, കളറല്ലേ? അങ്ങനെയല്ല, കളേഴ്സൊക്കെ എല്ലാവരും ഒരുപോലെ ആയിരിക്കുമോ കാണുന്നത്? അല്ല, നമ്മളൊന്ന് വാട്സപ്പിലൊക്കെ കണ്ടില്ലേ, ഒരു ഡ്രസ്സ് ചിലപ്പോൾ പലർക്കും പല കളറായിട്ട് തോന്നാം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടല്ലോ. എടാ, അത് ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ്. ഞാൻ പറയുന്നത് അതിനെപ്പറ്റിയോ കളർ ബ്ലൈൻഡ്നെസ്സിനെ പറ്റിയോ ഒന്നുമല്ല. പിന്നെ ദ എൻറ്റയർ കോൺസെപ്റ്റ് ഓഫ് കളേഴ്സ്. മനസ്സിലായില്ല. അതിപ്പോൾ എങ്ങനെ പറയുക? ഇതേതാ കളറ്? നീല. നിന്നോട് ആരാ പറഞ്ഞത് നീലയാന്ന്? എടാ, കൊച്ചിൽ തൊട്ട് നമ്മൾ അങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നേ. ഓക്കെ,
അവർ ഈ കളറ് അല്ലെങ്കിൽ ഈ കളറുള്ളൊരു സാധനം കാണിച്ചിട്ട് പറഞ്ഞു ഇത് നീലയാണ്. ഒരു ആപ്പിൾ കാണിച്ചിട്ട് പറഞ്ഞു അത് ചുമലയാണ്. അതിനിപ്പോൾ എന്താ? പക്ഷേ നീ ഇത് ഏത് കളറായിട്ടാണ് കാണുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. ഇപ്പോൾ ഞാനിത് ഏത് കളറായിട്ടാണ് കാണുന്നതെന്ന് നിനക്കറിയുമോ? ഇല്ല. അപ്പോൾ നീ നീലാന്ന് വിളിക്കുന്നതിനെ ഞാൻ ചുവപ്പായിട്ടാണ് കാണുന്നെങ്കിലോ? എന്തൊക്കെ പറയുന്നു? ഈ കളറിൻ്റെ പേരാണ് നീല. കൊച്ചിലേ തൊട്ട് എല്ലാവരും ഇതിനെ നീലാന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ എല്ലാവരും ഇതിനെ വേറെ വേറെ കളറായിട്ടാണ് കാണുന്നെങ്കിലോ? എടാ പക്ഷെ ഇത് നീലയല്ലേ? എല്ലാവരും ഇതിന് നീലയായിട്ട് തന്നെയല്ലേ കാണുന്നേ? എടാ ശരിക്കും കളർ എന്താ? ഒരു ഒബ്ജക്റ്റിലേക്ക് വീഴുന്ന ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കളറായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പം എല്ലാവരും സെയിം ലൈറ്റിലല്ലേ കാണുന്നേ? അപ്പോൾ കളേഴ്സ് എല്ലാവർക്കും സെയിം അല്ലേ? അവിടെയാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് യുണീക്ക് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെ കളർ റിസീവ് ചെയ്യുന്ന കോൺ സെൽസ് റെഡ്, ഗ്രീൻ, ബ്ലൂ അതും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് റെഡ് ഭയങ്കര കൂടുതൽ, ചിലർക്ക് ഗ്രീൻ കുറവ്. സോ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആയിരിക്കും എല്ലാവർക്കും. അങ്ങനെ വരുമ്പോൾ ഒരു കളർ തന്നെ ഓരോരുത്തരും കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കില്ലേ? സോ കളർ ഈസ് ഓൺലി ആൻ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ. ഓരോരുത്തർക്കും തോന്നൽ മാത്രമായിരിക്കാം നിറങ്ങൾ. എടാ നീ എന്താ ഈ പറയുന്നേ? ഒരു ആർട്ടിസ്റ്റ് ജീവിക്കുന്ന തന്നെ അയാളുടെ മനസ്സിലുള്ളത് ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറഞ്ഞതിന് അർത്ഥമില്ലാണ്ടാക്കരുത്. ഐ ഡോണ്ട് ബിലീവ് യു. ഐ ബിലീവ് ഇൻ കളേഴ്സ്. ഓക്കെ, ഞാൻ പറയുന്നേ ഉള്ളൂ. നിനക്കല്ലെങ്കിലും എന്നെ പുച്ഛമാണല്ലോ. ശരി, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ വിട്ടേക്കുക. ഫിക്സ് ചെയ്യാൻ മെയിൽ ചെയ്തേക്കാം. നീ ആ മാഗസിൻകാർക്ക് അയച്ചു കൊടുത്തേക്കണം. ഡാ അതെ, നീ പറഞ്ഞൊന്നും തെളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും തെറ്റാണെന്നും ഇതുവരെ ആരും പ്രൂവ് ചെയ്തിട്ടില്ല. സോ ദർസ് എ പോസിബിലിറ്റി. അപ്പോൾ ശരിയെന്നാ. ഓക്കെ ഓക്കെടാ ബൈ. നീലയാണോ? ഇതൊക്കെ ഓക്കെയാണ്. ചുമ്മാ നേരട്ടെ. M'obsède jour et nuit. Cet air n'est pas né d'aujourd'hui. Il vient d'aussi loin que je viens, traîné par 100 000 musiciens.